ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, കാർബേറ്ററിൻ്റെ ഉള്ളിൽ വന്നൊരു ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന യൂണിറ്റ്, ഓവർഫ്ലോ നീഡിൽ എന്ന് പറയും, ഈ ഒരു യൂണിറ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അതായത് യൂണിറ്റ് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായ രീതിയിൽ നിന്നിരുന്നത്. അതാണ് പെട്രോൾ ഇടയ്ക്ക് അതിങ്ങനെ ലോക്കായിട്ട് നിന്നുമ്പോൾ പെട്രോൾ ഇറങ്ങാത്തൊരു കണ്ടീഷൻ വരും. അങ്ങനെ വരുമ്പോഴാണ് ആ പ്രശ്നം, പെട്രോൾ കിട്ടാത്തൊരു കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് വണ്ടി ഓഫായി പോയി കിട്ടും. അപ്പം നിലവിൽ നമ്മൾ ഈ ഐറ്റം മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്പാർക്ക് പ്ലഗും ചെറിയൊരു ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും പ്രകാരം ചെറിയ മിസ്സിങ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കാരണം പ്ലഗും കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എൻജിൻ ഓയിൽ ലെവൽ നോക്കുമ്പോൾ ലെവൽ തീരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ അഴിച്ചു നോക്കിയതാണ്. ഇത്രയുള്ള ഓയിൽ ആകെ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതിനോട് പകുതി ഓയിൽ എന്തെങ്കിലും എനിക്ക് ഒഴിക്കണം. ഏകദേശം ഒരു 500 മില്ലി ഓയിലെങ്കിലും വേണം നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് ടോപ്പ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇത്രയും മോശമായ ഓയിലായതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഓയിൽ മിക്സ് ചെയ്യണതിലും നല്ലത് ഓയിൽ മാറ്റി കളയണമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പറയും. കാരണം നമുക്ക് അത് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മളത് സൗണ്ട് വേരിയേഷൻസ് അങ്ങനെ തോന്നിയ കാരണം ഓയിൽ ലെവലൊന്ന് അഴിച്ചു നോക്കിയത്. ഇതാണ് എൻ്റെ ഓയിൽ ബോൾട്ട്, ലെവൽ ബോൾട്ട്. അത് അഴിക്കുമ്പോൾ നമുക്കതിനകത്ത് ഓയിൽ കിട്ടുന്നുണ്ടായില്ല. മാക്സിമം ചെരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓയിൽ വന്നത്. അപ്പോൾ അതും പ്രകാരം ഞാൻ അഴിച്ചു നോക്കിയാൽ, അപ്പോൾ അഴിച്ചു നോക്കുമ്പോൾ ആ കൂടിയുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഓയിലും കൂടി അതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ റിപ്ലൈ കിട്ടിയാലും അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഒരു കൺവെർട്ടർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് തൽക്കാലം. കാരണം ഈ മോഡൽ വണ്ടികളൊക്കെ തന്നെ CD ടൈപ്പാണ്. DC മോഡലാണ് വരിക. DC മോഡൽ CDI ആണ് നമുക്ക് ഇതിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോഡൽ വണ്ടികൾ ബാറ്ററി സപ്പോർട്ട് ഇല്ലാണ്ട് ശരിക്കും ഉപയോഗിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം ഞാൻ CDI യൂണിറ്റിന് തന്നെ ഏകദേശം 2000 രൂപയുടെ മുകളിൽ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. ബാറ്ററിക്ക് 1300 ചില രൂപ വരുള്ളൂ. തന്നെയല്ല, നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവ്, ഹോണ് കാര്യങ്ങളൊക്കെ ഡിമ്മായിട്ടാണ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ബാറ്ററിക്ക് പകരം എന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം നമുക്ക് റണ്ണിങ്ങിൽ കൃത്യമായിട്ട് ബാക്കിയത്തെ കമ്പോണൻസ്, ഹോൺ, ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യണം, ഹെഡ്ലൈറ്റിന് വെട്ടം വേണം എന്നുള്ളത് കൊണ്ട് ഒരു കൺവെർട്ടർ യൂണിറ്റ് പറഞ്ഞാൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ബാറ്ററിക്ക് പകരാവില്ല. സെൽഫ് കാര്യങ്ങൾ വർക്കാവില്ല. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ CDIക്ക് ഒരു സപ്പോർട്ട് കിട്ടും. അതേപോലെ ഹോണും ഹെഡ്ലൈറ്റിനൊക്കെ അത്യാവശ്യം വെട്ടം കിട്ടും. ഹോണിനൊക്കെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള തൽക്കാലം പണി. അത്യാവശ്യം എമൗണ്ടിൻ്റെ കേസൊക്കെ ആയി കഴിയുമ്പോൾ ബാറ്ററി മാറ്റി കളയാം. അപ്പോൾ നിലവിൽ ഇത്രയും കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഞാനൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് നമുക്ക് ഇത്രയും ചെയ്തു തരാം. എഞ്ചിൻ ഓയിൽ അടക്കം മാറ്റി വരുമ്പോൾ എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അതനുസരിച്ചിട്ട് ഒന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.